ഈ അമ്മയുടെ സെക്രട്ടറി ഉണ്ടല്ലോ, അമ്മയുടെ സെക്രട്ടറി എന്ന് പറയത്തില്ലേ, ആരുടെ അമ്മയുടെ സെക്രട്ടറിയാണ്? ആ ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു. സെക്രട്ടറി വൻ കോമഡിയാ. സെക്രട്ടറി ഭയങ്കര ബുദ്ധിമാനും ശക്തനും പിന്നെന്തോ വലിയൊരു സംഭവം. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? പണി എന്താന്നൊക്കെ ചോദിച്ചാൽ ഇതുപോലെ എന്തൊക്കെയോ. അയാളൊരു വലിയ കണ്ടുപിടുത്തം നടത്തി. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പോഴാണ് ഈ സെക്രട്ടറി വരുവാണ്. സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് 100 പ്രാവശ്യം ചിന്തിക്കും. എനിക്ക് ഭ്രാന്തോ? എപ്പോ 87 അത് ചൊമ്പൂടി വെച്ചപ്പോ നേരെ തിരിച്ചാ. ഏത് 100 ദിവസം ഉണ്ടോ 1 ദിവസം ഉണ്ടോ മാതിരി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. 100 വട്ടം ചിന്തിച്ചിട്ടാണ് ഒരു മണ്ടത്തരം കാണിക്കുന്നത്. അയാള് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അയാൾ ഈ കേരളത്തിൽ വലിയൊരു പ്രശ്നം കണ്ടെത്തുവാണ്. ചെകുത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. അയാള് ടെറിട്ടോറിയൽ ആർമിയും കേണൽ വേഷം ധരിച്ച മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെയും അപമാനിച്ചിരിക്കുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പൊ എന്തേലും ആട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ഇതിനു വീണ്ടും വലിയ സാധനം ഒന്നും അതിനകത്ത് ഇല്ല. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്തിനാ കേസെടുക്കുന്നത്? ഞാൻ എന്റെ മുറി ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഇവരുടെ വിഷയമാകുന്നത് എങ്ങനെയാ? മോഹൻലാൽ ഞാൻ അല്ലാത്തപ്പോഴും ഇതുപോലൊക്കെ പറയാറുണ്ട്. അതൊരു പ്രശ്നമാണോ? എന്നിട്ട് അയാൾ പറയുന്നത് ഇതിനകത്ത് കലാബാഹ്വാനം ഉണ്ടെന്ന്. അപ്പോ ഇനിയാണ് കോമഡി വേറെ വരുന്നത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അപ്പൊ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഈ നടനെ ഇത്രയും ദിവസമൊക്കെ ഇതിനു മുമ്പ് കുറെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും പുള്ളിക്ക് അറിയത്തില്ല, അതിനുള്ള ബോധമുള്ളെന്നുള്ളത് ഈ കേസോടുകൂടി എല്ലാവർക്കും മനസ്സിലാവും. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. ഉള്ളപ്പോ ഇത്രയും ആൾക്കാർ കണ്ട ഒരു വീഡിയോക്കകത്തൊന്ന് കലാപാഹനം ഉണ്ടെന്ന് സിദ്ദിഖിന് മാത്രം കണ്ടുപിടിക്കാൻ സാധിച്ചപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രപതി ഇങ്ങനെ അഭിനന്ദിക്കും. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കണ്ടവർ ആരും അറിഞ്ഞില്ല. സിദ്ദിഖിന് പ്രത്യേക ബുദ്ധിയുണ്ട്, അറിയാലോ, 100 വട്ടം ചിന്തിക്കും. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. നീ CBI ചിരിപ്പിക്കാണോ പോണേ? കിണിച്ചോ താൻ കിണിച്ചോ, ഇതെന്റെ അവസാനത്തെ കിണിയാ. പിന്നെ താനും ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ, ക്രൈംബ്രാഞ്ച് ചിലപ്പോ വീട്ടിലന്വേഷിച്ചു വരും. ഇവര് ജീവിതത്തിൽ എവിടേക്കാണ് ജോലി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. മനസ്സിൽ വേറെ ഒരു പരിപാടിക്കും ചെയ്യാൻ അറിയത്തും ഉണ്ടാകത്തില്ല. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണം കൊടുക്കുന്നു. കോണകെടുക്ക് അങ്ങനെ ഒരു സാമാനം ഉണ്ട്, കാണണോ? വേണ്ട. ഇത്രയുള്ള ഇവർ ഈ സിനിമയിൽ അഭിനയിച്ച് നടക്കുന്നവന്മാർക്ക് ചിലപ്പോൾ പൊതുബോധം ഒന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവർക്കൊരു വികാരത്തിന്റെ പുറത്ത് എന്തൊക്കെയോ കാണിക്കുന്ന പോലത്തെ പരിപാടിയാണ്. പക്ഷേ എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അറിയത്തുള്ളൂ, ഇവനൊക്കെ ഇതേ അറിയത്തുള്ളൂ തോന്നുന്നു. വേറെ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം ഇല്ലാതായി പോയാൽ ഈ എന്തെങ്കിലും ഒരു വാക്ക്, മയിരെന്ന് പറയുന്ന വാക്ക് കേട്ടു എന്ന് നാണമില്ലാത്തവെന്ന് കേട്ടെന്ന് നീ കേട്ടിരുന്ന ബോധമുള്ളവര്, ബോധം വെളിവില്ലാത്തവരൊന്നും അറിയത്തില്ല. അവനെ അങ്ങ് പറ്റിക്ക്, അങ്ങനെ പറ്റിച്ചാണല്ലോ ജീവിക്കുന്നത്. എന്തൊരു ജീവിതമാണ് ഇത്. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.